വിവാഹമാണ് എല്ലാം എന്ന് കരുതിക്കൊണ്ടാണ്. വിവാഹം മുടങ്ങിപ്പോയപ്പോൾ ജീവിതം തന്നെ നശിച്ചു പോകുന്നു എന്നുള്ള ചിന്ത നമ്മളെ പെൺകുട്ടികൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. തീർച്ചയായും വിവാഹമല്ല ഒരാളുടെ ജീവിതത്തെ, ഒരു പെൺകുട്ടിയുടേതായാലും ആൺകുട്ടിയുടേതായാലും അത് ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ വിവാഹത്തോടു കൂടിയിട്ട് എല്ലാം ജീവിതം തന്നെ അവസാനിച്ചു എന്നുള്ള രൂപത്തിൽ കാണുന്നത് ശരിയല്ല. വിദ്യാസമ്പന്നയായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരി മാത്രമല്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ ബിരുദൻ എംടെക് പാസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഭർതൃഗൃഹത്തിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു നീചമായിട്ടുള്ള ഒരു പെരുമാറ്റം ഒരാഴ്ചക്കാലം, വിവാഹം കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തിനിടയിൽ ഉണ്ടായി എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. വിവാഹശേഷം ഓരോ വീടുകളിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് വാർത്താ മാധ്യമങ്ങൾ വാർത്തയാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇത്തരമൊരു കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത വരുന്നതിനിടയിൽ ഞാൻ തന്നെ കണ്ടിട്ടുള്ളത്, ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ, പ്രതിസ്ഥാനത്ത് ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ പർവ്വതീകരിച്ച് ചിത്രീകരിച്ച് ഈ അതിജീവിതക്ക് തന്നെ വലിയ മാനസികമായിട്ടുള്ള പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലുള്ള പരാമർശം ചാനലുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഖേദകരമാണ്. എങ്ങനെയാണ് ഈ ഗാർഹിക പീഡന കേസുകളിലായാലും ലൈംഗിക പീഡന കേസുകളിലായാലും അതിജീവിതകളെ സംബന്ധിച്ച് പരാമർശം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. ഈ ആരോപണ വിധേയനായിട്ടുള്ള ഈ കക്ഷി, എതിർകക്ഷി, അയാളുടെ പ്രതി, അയാൾ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ രാജ്യം വിട്ടു എന്നുള്ളതാണ്. ആ രാജ്യം വിട്ട് പുറത്തു പോയിട്ടുള്ള ആളുടെ മുഖം ഞാൻ ഈ ചാനലിലൂടെ കാണാൻ കഴിഞ്ഞു. അയാൾ പറയുന്നത് ഇങ്ങനെ പർവ്വതീകരിച്ച് ചാനലുകൾ സ്ക്രോളിംഗ് ന്യൂസായിട്ട് പ്രചരിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. ആരോപണത്തിന് വിധേയമായിട്ടുള്ളതാണ് ആ ഭർത്താവിൻ്റെ അമ്മയായിട്ടുള്ള സ്ത്രീ. അവർ പറയുന്ന കാര്യങ്ങളും ഇങ്ങനെ വലിയ രൂപത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ഈ രീതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഗാർഹിക പീഡന കേസുകളിലെ അതിജീവിതകളെ എങ്ങനെയാണ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഗാർഹിക പീഡനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രൊട്ടക്ഷൻ ലോ ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. 2005 ഏറ്റവും ശക്തമായിട്ടുള്ള രൂപത്തിൽ ഗാർഹിക പീഡനങ്ങൾക്ക് ഇരകളാകുന്ന കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാനും അവരുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്താനും ഉതകുന്ന രൂപത്തിലുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ളൊരു നിയമം നിലനിൽക്കുമ്പോൾ ആ നിയമം അനുശാസിക്കുന്ന പരിരക്ഷ ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നതിന് പകരം അവളെ മാനസികമായിട്ട് തകർക്കാൻ ഇടവരുത്തുന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലും ഉണ്ടായിക്കൂടാ. അത് കേസിൻ്റെ തന്നെ സുഗമമായിട്ടുള്ള അന്വേഷണത്തിനെയും ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്കും തികച്ചും അത് വിഘാതം സൃഷ്ടിക്കും. ഈ പൊതുസമൂഹത്തിൽ തന്നെ വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കുന്നതിന് ഇടവരുത്തും. നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ആകെ തകർന്നു പോവുകയല്ല വേണ്ടത്. ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ളൊരു ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ജീവിതം തന്നെ തകർന്നു പോകുന്നു എന്നുള്ള ഒരു അവസ്ഥ ഒരിക്കലും സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി പാടില്ല. നമ്മുടെ പെൺകുട്ടികൾ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു പൊതു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ അവളെ വിവാഹം കഴിച്ച് അങ്ങോട്ട് പറഞ്ഞയക്കുക എന്നാണ്, പന്തലിലേക്ക് ഇറക്കി വിടുക, കെട്ടിച്ചു വിടുക എന്നുള്ള രൂപത്തിലുള്ള പരാമർശങ്ങളാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ അവിടെ എത്തിച്ചേർന്നതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയിട്ടുള്ളത്. 6-ാമത്തെയോ 7-ാമത്തെയോ ദിവസം ആ പെൺകുട്ടിയെ കാണുന്നതിന് വേണ്ടിയിട്ട് ആ വീട്ടിലെത്തി എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് പരിക്ക് പറ്റിക്കിടക്കുന്ന ആ പെൺകുട്ടിയെ കാണാനും അവൾക്ക് എന്തൊക്കെയോ ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്താനും പരാതി കൊടുക്കാനും ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന വിഷയമാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക്, വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികൾക്കാണ് അടുത്ത കാലത്തായിട്ട് ഇത്തരത്തിലുള്ള ഹീനമായിട്ടുള്ള രൂപത്തിലുള്ള പീഡനങ്ങൾ